ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഫോർത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫോർത്ത് മോഡ്യൂളിൻ്റെ സിലബസാണ് ഈ കാണുന്നത്. നമുക്ക് ഈ മോഡ്യൂളിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് മെറ്റൽ ഫോർജിങ് എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് നമുക്ക് പറയാം. ഇത് ആദ്യത്തെ പാർട്ട്. അത് മെറ്റൽ ഫോർജിങ് ഉണ്ട്, പിന്നെ മെറ്റൽ എക്സ്ട്രൂഷൻ ഉണ്ട്, പിന്നെ മെറ്റൽ ഡ്രോയിങ് ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കും കൂടെ ചേർന്നതാണ് മെറ്റൽ ഫോർജിങ് എന്ന് ഉദ്ദേശിക്കുന്ന ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അതായത് ഈ മൈക്രോ ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് MEMS എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇലക്ട്രോണിക്സ് സൈഡിലുള്ള ഒരു ടോപ്പിക്കാണെന്ന് പറയാം. നമ്മൾ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്യുവർ മെക്കാനിക്കലാണെന്ന് പറയും. പക്ഷേ ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയപ്പെടുന്ന ഈ മൈക്രോ ഇലക്ട്രോണിക് ഡിവൈസസ് അത് ഇലക്ട്രോണിക് സൈഡാണ്, MEMS ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പാർട്ടാണ് ഈ ഫോർത്ത് മോഡ്യൂളിനുള്ളത്. ഇതിൻ്റെ അടുത്ത ഫിഫ്ത്ത് മോഡ്യൂൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ഈ മൈക്രോ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ ബാക്കിയായിട്ടുള്ള പോർഷനാണ് മോഡ്യൂൾ 5 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഫോർത്ത് മോഡ്യൂളിൻ്റെ ആദ്യത്തെ പാർട്ടായ മെറ്റൽ ഫോർജിങ്, മെറ്റൽ എക്സ്ട്രൂഷൻ ആൻഡ് മെറ്റൽ ഡ്രോയിങ്, ഈ മൂന്ന് ടോപ്പിക്ക് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ മെറ്റൽ ഫോർജിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റൽ ഫോർജിങ്ങിൻ്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ് മെറ്റൽ ഫോർജിങ് എന്നുള്ളത്? ഈ ഫോർജിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ BME എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചു കാണും. അതിൽ എനിക്ക് തോന്നുന്നു അവസാനത്തെ മോഡ്യൂളിൽ എന്തോ ഫോർജിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോർജിങ് എന്ന് പറയുന്ന ആ ടോപ്പിക്ക് തന്നെയാണ് ഇവിടെ മെറ്റൽ ഫോർജിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കമ്പോണൻ്റ് വർക്ക് പീസിനെ ചൂടാക്കും, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കും. പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചുട്ട് പഴുത്തിരിക്കുന്ന ടെമ്പറേച്ചർ ഉള്ള ആ ഒരു സ്റ്റേറ്റിലുള്ള ആ വർക്ക് പീസിനെയാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചുട്ട് പഴുത്തിരിക്കുന്ന ആ ഒരു മെറ്റൽ പീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹീറ്റ് സപ്ലൈ ചെയ്യും. ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതനുസരിച്ച് വർക്ക് പീസ് ചൂടാവും. അങ്ങനെ ചൂടായിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തപ്പോഴേക്കും ഇങ്ങനെ ഈ ഗോൾഡൻ കളർ, ഇങ്ങനെ ഗോൾഡൻ ഓറഞ്ച് എന്നോ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിലോട്ട് എത്തിച്ചേരും. അപ്പോൾ അതാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ മെറ്റൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. എത്ര ഹാർഡായിട്ടുള്ള മെറ്റലാണ് എങ്കിലും പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ആ മെറ്റൽ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഷേപ്പ് സൈസും ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഹീറ്റ് പിന്നെയും സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് അത് മെൽറ്റ് ചെയ്ത് പോകും. അപ്പോൾ അത് മെൽറ്റ് ചെയ്യാൻ തക്കതായിട്ടുള്ള അത്രത്തോളം ഹൈ ഹീറ്റ് സപ്ലൈ ചെയ്യത്തില്ല. ജസ്റ്റ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ എടുത്താനുള്ള ടെമ്പറേച്ചർ മാത്രമേ നമ്മൾ ഇതിലോട്ട് സപ്ലൈ ചെയ്യത്തുള്ളൂ. അത് ഓരോ മെറ്റലിനും ഓരോ ടെമ്പറേച്ചറാണ്. മെറ്റലിൻ്റെ ഇത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഓരോ ടെമ്പറേച്ചറാണ് ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ എത്തുന്നത്. അപ്പോൾ അലുമിനിയത്തിൻ്റെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല അയണിൻ്റെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലുള്ളത്. അപ്പോൾ ഓരോ മെറ്റലിനും ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലുള്ള ടെമ്പറേച്ചർ പിന്നെയും അതിലെത്തിച്ചേർന്നിട്ട് പിന്നെയും ടെമ്പറേച്ചർ ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വർക്ക് പീസ് മെൽറ്റ് ചെയ്തു പോകും. നമ്മുടെ ഈ പ്രോസസ്സിൽ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് മാത്രമേ ചൂടാക്കത്തുള്ളൂ. എന്നിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ സൈസ്, ഷേപ്പ്, ആ വർക്ക് പീസിൻ്റെ സൈസും ഷേപ്പും ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് വർക്ക് പീസിനെ ചൂടാക്കി എന്നിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് സൈസും ഷേപ്പും ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് മെറ്റൽ ഫോർജിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും മെറ്റൽ ഫോർജിങ്ങിന് എക്സാമ്പിളായിട്ടെന്ന് പറയും. ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഒരു ബാൾ പീൻ ഹാമർ പോലത്തെ ഹാമർ കാണും. ആ ഹാമർ ഇട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്താണ് ഇതിൻ്റെ സൈസ്, ഷേപ്പും ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം മെറ്റൽ ഫോർജിങ് എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ കാണുന്നത് മെറ്റൽ ഫോർജിങ് തന്നെയാണ്. നമ്മൾ ഈ ഒരു ഫോർജിങ് മെത്തേഡിനെ ഹാൻഡ് ഫോർജിങ് എന്ന് പറയും. കാരണം ഈ ഹാമർ ഇട്ട് കയ്യിലാണ് നമ്മുടെ ഹാമർ ഇരിക്കുന്നത്. അതിൻ്റെ ഫോഴ്സ് വെച്ചിട്ടാണ് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് സൈസും ഷേപ്പും എല്ലാം ചേഞ്ച് ചെയ്യുന്നത്. അതേസമയം നമുക്ക് ഈ വലിയ കമ്പോണൻസ് ഒക്കെയാണെങ്കിൽ വളരെ ഹ്യൂജ് എമൗണ്ട് കംപ്രസീവ് ഫോഴ്സാണ് കൊടുക്കേണ്ടെങ്കിൽ നമ്മൾ ബാൾ പീൻ ഹാമർ വെച്ചായിരിക്കത്തില്ല നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നത്. അതിന് പകരം ഹൈഡ്രോളിക് പ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനറി, ഈ ഫോർജിങ് നടത്താനുള്ള മെഷീനറിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രസ്സുണ്ട്. അപ്പോൾ അങ്ങനെ ഹൈഡ്രോളിക് പ്രസ്സൊക്കെ ഉപയോഗിച്ചാണ് വളരെ ഹെവി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. മേ ബി ഈവൻ 1 ടൺ 2 ടൺ അത്രത്തോളം ഹെവി ഫോഴ്സൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ഇപ്പം വലിയ വർക്ക് പീസൊക്കെയാണ്. ഇപ്പോൾ ഇതുപോലത്തെ വലിയ വർക്ക് പീസൊക്കെ ആണെങ്കിൽ വളരെ ഹെവി ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ ഷേപ്പൊക്കെ ചേഞ്ച് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ സൈസ് ചേഞ്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്ന ഡിവൈസൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഉപയോഗിച്ച് വളരെ ഹെവി ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഹാൻഡ് ഫോർജിങ്ങിലാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോഴ്സിനൊരു ലിമിറ്റേഷനുണ്ട്. ബാൾ പീൻ ഹാമറിൻ്റെ വെയിറ്റും പിന്നെ നമ്മുടെ കൈയുടെ ഫോഴ്സും ഒക്കെ ബേസ് ചെയ്ത് കുറച്ച് ഫോഴ്സ് കൊടുക്കാനൊക്കെ ഉള്ളൂ എന്ന് പറയാം. പക്ഷേ മെഷീനറി ഉപയോഗിക്കുകയാണെങ്കിൽ, ഹൈഡ്രോളിക് പ്രസ്സൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഹെവി ഫോഴ്സ്, ഈവൻ 1 ടൺ 2 ടൺ അല്ലെങ്കിൽ അതിനേക്കാളും വളരെ ഹ്യൂജ് ഫോഴ്സ്, കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് ഈ കമ്പോണൻസിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ചെയ്യാം.
അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ബാൾ പീൻ ഹാമറൊന്നും ഉപയോഗിക്കുന്നില്ല, മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഷീൻ ഫോർജിങ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. അപ്പോൾ ഈ പോർഷൻസൊക്കെ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആൾറെഡി. അതിൻ്റെ വീഡിയോയും അതിൻ്റെ PPTയും എല്ലാം അതിൻ്റെ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ആനിമേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ആൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം മെഷീൻ ഫോർജിങ് ആണ്. അതായത് ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് കൂടുതൽ ഹെവി ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഫോർജിങ് ചെയ്യുന്ന ആ പ്രോസസ്സൊക്കെയാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഇവിടെ ഇപ്പം നോക്കാം, ഇവിടെ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് പ്രസ്സാണ്. ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് വളരെ ഹെവി ഫോഴ്സ് ആയിരിക്കും ഈ വർക്ക് പീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് പീസ് തന്നെ ഇവിടെ ഒരു ഹ്യൂമൻ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അയാളുടെ ഏകദേശം പകുതിയെ കൂടുതൽ അത്രത്തോളം വലിപ്പമുള്ള വർക്ക് പീസാണുള്ളത്. ഇത്രയും വലിയ വർക്ക് പീസിനൊക്കെയാണെങ്കിൽ നമുക്ക് കംപ്രസ് ചെയ്ത് സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഹാമറിട്ട് അടിച്ചാലൊന്നും പോരാ. അപ്പോൾ അങ്ങനത്തെ കേസിലാണെങ്കിൽ ഈ ഹൈഡ്രോളിക് പ്രസ് അങ്ങനത്തെ ഡിവൈസൊക്കെ ഉപയോഗിച്ചായിരിക്കും ഫോർജിങ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇതും ഒരു ഹൈഡ്രോളിക് പ്രസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോയും ഞാൻ നേരത്തെ BMEയുടെ വീഡിയോ ഷെയർ ചെയ്ത് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ BMEയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അതിലുപയോഗിച്ച PPT ആണ് ഇതായി കൊടുത്തിട്ടുള്ളത്. ഫോർജിങ് എന്ന് പറയുന്നത്, മെറ്റൽ ഫോർജിങ് എന്ന് പറയുന്ന രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോൾഡ് ഫോർജിങ്ങും ഹോട്ട് ഫോർജിങ്ങും. ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയാണ് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ പ്രോസസ്സിനെ ഹോട്ട് ഫോർജിങ് എന്ന് പറയും. അതാണ് സാധാരണ ഫോർജിങ് എന്ന് പറയുന്നത്. അതല്ല, ഇപ്പോൾ അലുമിനിയം പോലത്തെ കമ്പോണൻസ് ഒക്കെയാണ്, വർക്ക് പീസൊക്കെ ആണെങ്കിൽ അലുമിനിയം എന്ന് പറഞ്ഞൊരു സോഫ്റ്റ് മെറ്റലാണ്. അപ്പോൾ അതിനെ നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ നമ്മൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈസ് ഷേപ്പും ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ റൂം ടെമ്പറേച്ചറിലാണ് ആ പ്രോസസ്സ് നടത്തുന്നതെങ്കിൽ അതിനെ കോൾഡ് ഫോർജിങ് എന്ന് പറയും. കോൾഡ് ഫോർജിങ് സാധാരണ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. കാരണം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസിന് മാത്രമേ ഈ അതായത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ റൂം ടെമ്പറേച്ചറിലാണ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ കോൾഡ് ഫോർജിങ് എന്ന് പറയും. പക്ഷേ മിക്കവാറും മെറ്റീരിയൽസ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയാൽ മാത്രമേ അത് സോഫ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അത് ഹോട്ട് ഫോർജിങ് ആണ് സാധാരണ ഈ ഫോർജിങ് പ്രോസസ്സ്, മെറ്റൽ ഫോർജിങ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ BME എന്ന് പറയുന്ന ആ സബ്ജക്റ്റിൻ്റെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ഹാൻഡ് ഫോർജിങ് ഓപ്പറേഷൻസ്, ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഹാൻഡ് ഫോർജിങ് വഴി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം വീഡിയോയിലുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ മെത്തേഡ്സ് ഓഫ് ഫോർജിങ്, ഹാൻഡ് ഫോർജിങ്, ഡ്രോപ്പ് ഫോർജിങ്, മെഷീൻ അല്ലെങ്കിൽ പ്രസ് ഫോർജിങ്. ഇത് ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ഫോർജിങ് ചെയ്യുന്ന പ്രോസസ്സാണ് മെഷീൻ ഫോർജിങ് അല്ലെങ്കിൽ പ്രസ് ഫോർജിങ് എന്ന് പറയുന്നത്. ഹാൻഡ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൾ പീൻ ഹാമർ ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ഹാൻഡ് ഫോർജിങ് എന്ന് പറയും. ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ വളരെ വെയിറ്റുള്ള വളരെ വെയിറ്റുള്ളൊരു ഹാമർ പോലത്തെ സാധനം ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. അപ്പം ഗ്രാവിറ്റി മൂലം വളരെ വെയിറ്റുള്ള ആ ഒരു ഹാമറിൻ്റെ ആ ഹെഡ് വന്ന വർക്ക് പീസിൽ ഇടിക്കുകയും അങ്ങനെ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ ആ ഒരു പ്രോസസ്സാണ് ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വീഡിയോയും ഞാൻ മറ്റേ വീഡിയോൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. പിന്നെ ഇതല്ല, ഈ കാണുന്നത് എന്താണ്? ഇതിനെ ഡൈ എന്നാണ് പറയുന്നത്. ഈ കാണിച്ചിട്ടാണ് ഡൈ എന്നാണ് പറയുന്നത്. ഇതിലൊരു ക്യാവിറ്റി കാണും. ആ ക്യാവിറ്റിയിലുള്ള ഷേപ്പിലോട്ട് നമുക്ക് ആ വർക്ക് പീസിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പാർട്ടിനാണ് ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഡൈയുടെ ഹാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലിവിടെ എക്സകൻ്റെ പകുതി ഉള്ള ഒരു ക്യാവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ രണ്ട് പാർട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എക്സകൺ ഷേപ്പിലുള്ള കമ്പോണൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പം സർക്കുലർ ഷേപ്പിലുള്ള വർക്ക് പീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ പ്ലാസ്റ്റിക് സ്റ്റൈലിലോട്ട് ചൂടാക്കിയിട്ട് ഈ ഡൈക്കകത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ സർക്കുലർ ഷേപ്പിലുള്ള ആ ഒരു കമ്പൗണ്ട് എക്സ്റ്റേണൽ ഷേപ്പായിട്ട് മാറും. എക്സ്റ്റേണൽ ഷേപ്പായിട്ട് മാറാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഡൈയിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാവിറ്റി എക്സ്റ്റേണൽ ഷേപ്പിലുള്ള ക്യാവിറ്റിയാണ്. ഇതിപ്പോൾ രണ്ട് ഹാഫായിട്ടാണ് ഈ ഡൈ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡൈ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ അകത്തൊരു ക്യാവിറ്റി കാണും. എന്ത് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഷേപ്പിലുള്ള ക്യാവിറ്റി ആയിരിക്കും ഈ ഡൈക്കകത്തുള്ളത്. അപ്പോൾ എന്താണ് ഡൈ എന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്ത മെറ്റൽ ഫോർജിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. മേ ബി 3 or 4 മാർക്സിന് എക്സാമിന് ചോദിക്കാം മെറ്റൽ ഫോർജിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അഡ്വാൻറ്റേജസിന് ലിമിറ്റേഷൻസും ഞാൻ ഒരു കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വായിച്ചിട്ട് ഓർമ്മയുള്ളത് നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി. അപ്പോൾ എല്ലാം കാണാതെ പഠിച്ച് എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല. കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ഫോർജിങ് എന്ന മെത്തേഡ് പറ്റി പഠിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി വരുന്ന കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഉണ്ട്. അത് മാത്രം നിങ്ങൾ സിമ്പിളായിട്ട് അങ്ങ് എഴുതിയാൽ മതി. അല്ലാതെ എല്ലാ പോയിൻറ്റ്സും കാണാതെ പഠിക്കണം എന്നൊന്നുമില്ല. 2-3 ഞാൻ പറയാം. ഇംപ്രൂവ്സ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഫോർജഡ് പാർട്സ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹെവി ലോഡ് കണ്ടീഷൻസ്. അതായത് ഈ കാസ്റ്റിങ്ങിനെക്കാളും അല്ലെങ്കിൽ വെൽഡ് ചെയ്തുണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്ട്സിനെക്കാളുമല്ല കൂടുതൽ ഹെവി ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഫോർജ് ചെയ്തുണ്ടാക്കുന്ന കമ്പോണൻസിനുണ്ട് എന്നാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ്. പിന്നെ മെറ്റൽസ് ക്യാൻ ബി ഈസിലി ഷേപ്ഡ്, ഹയർ ലയബിലിറ്റി ഓഫ് ഫോർജ് പ്രോഡക്ട്സ്. ഈ ഫോർജ് ചെയ്തുണ്ടാകുന്ന പ്രോഡക്ട്സിന് ലൈഫ് കൂടുതലായിരിക്കും.
അതായത് പെട്ടെന്ന് ഫ്രാക്ചർ ആയി പോകത്തില്ല, പെട്ടെന്ന് പൊട്ടിയൊന്നും പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ റിലയബിൾ ആണെന്ന് പറയാം. കാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു ലോഡ് വന്നാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെൽഡ് ചെയ്തുണ്ടാകുന്ന കമ്പോണൻസ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഫോർജ്ഡ് കമ്പോണൻസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകത്തില്ല. വളരെ കുറച്ചും കൂടെ ഹാർഡ്നെസ്സും കുറച്ചും കൂടെ ടഫായിട്ടുള്ള കമ്പോണൻസാണ് ഫോർജ് ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലൈഫ് കൂടുതലായിരിക്കും, അതുകൊണ്ട് റിലയബിലിറ്റി കൂടുതലാണെന്ന് പറയാം. പിന്നെ മെറ്റീരിയൽ വേസ്റ്റ് കുറവായിരിക്കും, ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ആയിരിക്കും. അതായത് പെട്ടെന്ന് നമുക്ക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ടൈം എടുക്കും. അതിന് മെറ്റലിനെ മെൽറ്റ് ചെയ്യണം, അതിലോട്ട് ഒഴിക്കണം, മൗൾഡിലോട്ട് ഒഴിക്കണം, എന്നിട്ട് മൗൾഡിനെ ബ്രേക്ക് ചെയ്ത് ആ കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കണം. അപ്പം മൗൾഡ് സോൾഡിഫൈ ചെയ്യും വരെ, മോൾട്ട് മെറ്റൽ സോൾഡിഫൈ ചെയ്യും വരെയൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ അതിനെക്കാളുമൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് മെറ്റൽ ഫോർജിങ് വഴി നമുക്ക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഫോർജ് ചെയ്ത് ഉണ്ടാക്കുന്ന കമ്പോണൻസ് നമുക്ക് ഈസി ആയിട്ട് വെൽഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് മെറ്റൽ ഫോർജിങ്ങിനുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റേഷൻ ഉണ്ട്. ടൂൾ കോസ്റ്റ് കൂടുതലാണ്. ഇത് നമ്മുടെ ബാൾ പീൻ ഹാമർ ഉപയോഗിച്ച് ചെയ്യുന്ന ഹാൻഡ് ഫോർജിങ്ങിലല്ല. അതല്ലാതെ വലിയ വലിയ കമ്പോണൻസ് ഒക്കെയാണ് നമുക്ക് വർക്ക് പീസൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മെഷീനറി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു, ഹൈഡ്രോളിക് പ്രസ്സൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ കേസ് വരുമ്പം അതിൻ്റെ ടൂളിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. ഹൈഡ്രോളിക് പ്രസ് അല്ലെങ്കിൽ ഫോർജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനറിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ എല്ലാ മെറ്റൽസും ഇങ്ങനെ ഫോർജ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ചില മെറ്റൽസ് മാത്രമേ ഫോർജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ചില മെറ്റൽസ് പ്ലാസ്റ്റിക് ജെല്ലിലോട്ട് ചൂടാക്കിയിട്ട് അതിൽ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അത് പൊട്ടിപ്പോവും, ക്രാക്ക് ചെയ്ത് പോകും. അപ്പം അങ്ങനത്തെ കുഴപ്പങ്ങൾക്കുണ്ട്. അപ്പോൾ എല്ലാ മെറ്റൽസും അങ്ങനെ ഫോർജ് ചെയ്യാൻ സാധിക്കത്തില്ല. ചില മെറ്റൽസ് മാത്രമേ ഫോർജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ സൈസും ഷേപ്പിനും കുറച്ച് ലിമിറ്റേഷനുണ്ട്. വളരെ വലിയ, അതായത് ഇപ്പോൾ കപ്പലിൻ്റെ പാർട്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ സൈസിലുള്ള കമ്പോണൻസ് ഒക്കെയാണ്. അപ്പം അങ്ങനത്തെ വളരെ വലിയ ഷേപ്പിലുള്ള സൈസിലുള്ള കമ്പോണൻസ് ഒന്നും നമുക്ക് ഫോർജ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അതെല്ലാം കാസ്റ്റിംഗ് വഴിയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വളരെ വലിയ കമ്പോണൻസ് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. സാധാരണ മീഡിയം അല്ലെങ്കിൽ സ്മോൾ അത്രത്തോളം സൈസിലുള്ള കമ്പോണൻസ് ഒക്കെ സാധാരണ മെറ്റൽ ഫോർജിങ് വഴി ഉണ്ടാക്കിയെടുക്കാറുള്ളൂ. പിന്നെ ടെമ്പറേച്ചർ റേഞ്ച് ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആണ്. ഇപ്പം കാസ്റ്റ് ചെയ്യേണ്ട ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല മൈൽഡ് സ്റ്റീലിൻ്റെ. അപ്പോൾ ഓരോന്നും പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കുക പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ടെമ്പറേച്ചറാണ്. അപ്പോൾ കറക്റ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഫോർജ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ടെമ്പറേച്ചർ കൂടി പോവുകയാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് കൂടി പോവുകയാണെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റും കഴിഞ്ഞാൽ ചിലപ്പോൾ മെൽറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ആ വർക്ക് പീസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ മെറ്റീരിയലിനും ഓരോന്നാണ്. അപ്പോൾ അത് കുറച്ച് ലിമിറ്റേഷൻ ആണെന്ന് പറയുന്നത്. നമുക്ക് കറക്റ്റായിട്ട് ടെമ്പറേച്ചറൊക്കെ നോക്കി നമുക്ക് ആ പ്ലാസ്റ്റിക്കിലോട്ട് ആക്കി നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഈ മെറ്റൽ ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സിനുണ്ട്. അപ്പം മെറ്റൽ ഫോർജിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കണ്ടത്. ആ BMEയുടെ വീഡിയോയും കൂടെ കാണുക. അതിൽ ഈ കാണുന്ന ഹാൻഡ് ഫോർജിങ് ഓപ്പറേഷൻസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർജിങ് എന്താണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടിട്ട് ഈ വീഡിയോയും കാണുക. ഇനി അടുത്ത വീഡിയോ നമുക്ക് മെറ്റൽ ഫോർജിങ്ങിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.